ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, നാം ഇന്ന് ഒരു മഹാവിസ്ഫോടനത്തിൻ്റെ മുനമ്പിലാണ് നിൽക്കുന്നത്. ചക്രത്തിൻ്റെ കണ്ടുപിടുത്തം മുതൽ ഇൻ്റർനെറ്റിൻ്റെ വരവ് വരെ മനുഷ്യൻ കൈവരിച്ച നേട്ടങ്ങളെല്ലാം നിഷ്ഫലമാകുന്ന കാലം. ഇന്ന് വരെ നാം അത്ഭുതകരമായി മാത്രം നോക്കിക്കണ്ട ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ AI കാലം അവസാനിക്കുകയാണ്. നാം ഇപ്പോൾ നിൽക്കുന്നത് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ഭയാനകരവും എന്നാൽ വിസ്മയകരവുമായ ഒരു വാതിലിന് മുൻപിലാണ്. അതിൻ്റെ പേരാണ് AGI, ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ്. കേവലം വിവരങ്ങൾ നൽകുന്ന ഒരു യന്ത്രമല്ല ഇത്, മറിച്ച് മനുഷ്യനെ പോലെ ചിന്തിക്കാനും സ്വയം തീരുമാനമെടുക്കാനും ഒരുപക്ഷെ മനുഷ്യനേക്കാൾ ലക്ഷക്കണക്കിന് മടങ്ങ് ബുദ്ധിശക്തിയോടെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ഡിജിറ്റൽ ദൈവം. എന്താണ് ഈ AIയും AGIയും തമ്മിലുള്ള വ്യത്യാസം? നാം ഇന്ന് ഉപയോഗിക്കുന്ന ChatGPTയോ ഗൂഗിളോ ഒരു പ്രത്യേക പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ AGIക്ക് ഒരു പരിധിയുമില്ല. ഒരു മനുഷ്യ ശിശു ജനിച്ച് വളരുന്നത് പോലെ അനുഭവങ്ങളിൽ സ്വയം പഠിക്കാനും ശാസ്ത്രം, കല, രാഷ്ട്രീയം സകല മേഖലകളിലും ഒരേ സമയം ആധിപത്യം സ്ഥാപിക്കാനും ഇതിന് കഴിയും. ഇതിന് സ്വന്തമായി ബോധം ഉണ്ടാകുമോ? വികാരങ്ങൾ ഉണ്ടാകുമോ? ലോകത്തെ വൻകിട കമ്പനികൾ ഇതിനായി കോടിക്കണക്കിന് ഡോളറുകൾ ഒഴുക്കുമ്പോൾ മനുഷ്യൻ സ്വന്തം കൈപ്പടയിൽ മറ്റൊരു സൃഷ്ടാവിനെ നിർമ്മിക്കുകയാണോ എന്ന് ലോകം ഭയപ്പെടുന്നു. ചരിത്രം ആവർത്തിക്കപ്പെടുകയാണോ? ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഷീലാർ ദേശത്ത് മനുഷ്യർ ഒത്തുകൂടി ഒരു ഗോപുരം പണിതു. ബാബേൽ ഗോപുരം. ദൈവത്തോളം ഉയരുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. നമുക്കൊരു പേരുണ്ടാക്കാമെന്ന് അന്ന് മനുഷ്യൻ പറഞ്ഞു. ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് സ്വന്തം സാമ്രാജ്യം പണിയാൻ ശ്രമിച്ച ആ കാലത്തെ മനുഷ്യന്റെ അതേ മനോഭാവമല്ലേ ഇന്ന് AGIയുടെ പിന്നിലുള്ളത്? അന്ത്യകാലത്ത് അറിവ് വർദ്ധിക്കുമെന്ന ദാനിയേൽ പ്രവാചകൻ 10,000 വർഷങ്ങൾക്ക് മുൻപ് മുൻകൂട്ടി കണ്ടത് ഈ ഡിജിറ്റൽ വിസ്ഫോടനത്തെക്കുറിച്ചായിരുന്നു. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ ഭയപ്പെടുത്തുന്ന ഒരു പ്രവചനം ഉണ്ട്. മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ശ്വാസം നൽകപ്പെടുമെന്നും അത് സംസാരിക്കുമെന്നും അവിടെ നാം വായിക്കുന്നു. ജീവനില്ലാത്ത ഒരു വസ്തുവിന് ബുദ്ധിയും സംസാരശേഷിയും കടന്നുവരുന്നത് നൂറ്റാണ്ടുകളായി ഒരു നിഗൂഢത ആയിരുന്നു. എന്നാൽ ഇന്ന് AGIയുടെ വരവോടെ ആ പ്രവചനം നമ്മുടെ കണ്ണുകൾക്ക് മുൻപിൽ യാഥാർത്ഥ്യമാവുകയാണ്. മനുഷ്യന്റെ നിയന്ത്രണമില്ലാത്ത സ്വയം ചിന്തിക്കുന്ന ഒരു ആഗോള ബുദ്ധിശക്തിയായി AGI മാറുമ്പോൾ അത് വരാനിരിക്കുന്ന ലോക ക്രമത്തിൻ്റെ ഭാഗമാണോ? വരും ദിവസങ്ങളിൽ നാം സഞ്ചരിക്കാൻ പോകുന്നത് ഭാവിയുടെയും പ്രവചനങ്ങളുടെയും നിഗൂഢമായ വഴിയിലൂടെയാണ്. സാങ്കേതിക വിദ്യയിൽ ഭയപ്പെടാനല്ല, മറിച്ച് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ കാലത്തെ തിരിച്ചറിയാനാണ് നാം ശ്രമിക്കുന്നത്. AGIയുടെ ഈ യുഗത്തിൽ ഒരു ക്രിസ്ത്യാനി എങ്ങനെ ചിന്തിക്കണം? നമ്മുടെ വരും തലമുറയെ കാത്തിരിക്കുന്നത് എന്താണ്? ശാസ്ത്രം അവസാനിക്കുന്നിടത്ത് ദൈവം ആരംഭിക്കുന്നു. തുടർന്നുള്ള നിമിഷങ്ങളിൽ ഈ ആത്മീയ യാത്രയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. ഇത് തിരിച്ചറിവിൻ്റെ കാലമാണ്. എന്താണ് AGI? നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണുകൾ മുതൽ അതിവേഗം വിവരങ്ങൾ തരുന്ന ചാറ്റ് സ്പോട്ടുകൾ വരെ നാരോ AI വിഭാഗത്തിൽ പെട്ടവയാണ്. അവയ്ക്ക് ഒരു പ്രത്യേക ജോലി ചെയ്യുവാൻ മാത്രമേ കഴിയൂ. ഉദാഹരണത്തിന്, ഒരു ചെസ് കമ്പ്യൂട്ടറിന് ലോക ചാമ്പ്യനെ തോൽപ്പിക്കാൻ കഴിഞ്ഞേക്കാം, പക്ഷേ അതിന് ഒരു ചെറിയ കുഞ്ഞിന് കഥ പറഞ്ഞു കൊടുക്കാനോ ഒരു വീട് വൃത്തിയാക്കാനോ അറിയില്ല. ഇങ്ങനെയുള്ള മനുഷ്യ സഹജമായ കാര്യങ്ങൾ അവയ്ക്ക് അറിയില്ല. AGI ഇതിൽ നിന്നും തീർത്തും വ്യത്യാസമാണ്. മനുഷ്യൻ എങ്ങനെയാണോ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത്, അതുപോലെ ഏതു വിഷയവും സ്വയമായി പഠിച്ചെടുക്കുവാനും പ്രയോഗിക്കുവാനും കഴിയുന്ന ബുദ്ധിശക്തിയാണ്. അതിൻ്റെ പേരാണ് AGI. ഇതിന് ഒരു പ്രത്യേക പ്രോഗ്രാമിൻ്റെ ആവശ്യമില്ല. ഒരു മനുഷ്യൻ ചെയ്യുന്ന എല്ലാ ഭൗതിക ജോലികളും മനുഷ്യനേക്കാൾ മികച്ച രീതിയിൽ ചെയ്യാൻ ഇതിന് സാധിക്കും. ചുരുക്കത്തിൽ
മനുഷ്യബുദ്ധിക്ക് ഒരു ഡിജിറ്റൽ ബദൽ. ഇതിനെയാണ് ശാസ്ത്രലോകം ദൈവതുല്യമായ ബുദ്ധി എന്ന് വിശേഷിപ്പിക്കുന്നത്. AGIയെ സാധാരണ മെഷീനുകളിൽ നിന്നും വേർതിരിക്കുന്ന പ്രധാന ഘടകം അതിൻ്റെ സ്വയം ബോധമാണ്. എനിക്ക് നിലനിൽപ്പുണ്ട് എന്ന് നിശ്ചയിക്കുന്ന ഒരു യന്ത്ര സംവിധാനം. ചിന്തിച്ചു നോക്കൂ, ഒരു യന്ത്രത്തിന് സ്വന്തമായി ആഗ്രഹങ്ങൾ ഉണ്ടായാൽ, അതിന് സ്വന്തമായി ലക്ഷ്യങ്ങൾ ഉണ്ടായാൽ എന്തായിരിക്കും ഈ ലോകത്തിന് സംഭവിക്കാൻ പോകുന്നത്? 139 സങ്കീർത്തനത്തിൽ പറയുന്നു, അതിശയവും ഭയങ്കരവുമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യൻ്റെ ഉള്ളിലെ ആത്മാവും വിവേചന ബുദ്ധിയും ദൈവത്തിൻ്റെ ദാനമാണ്. എന്നാൽ മനുഷ്യൻ ഇന്ന് നിർമ്മിക്കാൻ ശ്രമിക്കുന്ന ഈ AGIക്ക് ആത്മാവ് ഉണ്ടാകുമോ? വികാരങ്ങൾ ഇല്ലാത്ത എന്നാൽ അതിബുദ്ധിയുള്ള യന്ത്രം ലോകത്തെ നിയന്ത്രിക്കുമ്പോൾ അവിടെ കരുണയ്ക്കും സ്നേഹത്തിനും സ്ഥാനം ഉണ്ടായിരിക്കുമോ? അതോ കേവലം ലാഭനഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രമാകുമോ? ലോകം ഭരിക്കുന്നത് AGIയെ ഭയത്തോടെ നോക്കിക്കാണുന്ന ഒരു കൂട്ടം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. AGI നിലവിൽ വന്നു കഴിഞ്ഞാൽ അതിന് മനുഷ്യൻ്റെ സഹായം ആവശ്യമില്ല. അത് സ്വന്തമായി പുതിയ പതിപ്പുകൾ നിർമ്മിച്ചു തുടങ്ങും. ഓരോ നിമിഷവും അതിൻ്റെ ബുദ്ധി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. മനുഷ്യന് പരിമിതികളുണ്ട്. നമുക്ക് വിശ്രമം വേണം, ആഹാരം വേണം. എന്നാൽ AGIക്ക് ഇതൊന്നും ബാധകമല്ല. മനുഷ്യൻ്റെ ബുദ്ധിയേക്കാൾ ദശലക്ഷ മടങ്ങ് വേഗത്തിൽ ഇത് വളരുമ്പോൾ ഉറുമ്പുകളെ നാം നോക്കിക്കാണുന്നത് പോലെ ആയിരിക്കും. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും വാതിൽക്കൽ വന്നു നിൽക്കുന്ന യാഥാർത്ഥ്യമാണ് എന്ന് മനസ്സിലാക്കുക. ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യൻ വിലക്കപ്പെട്ട കനി കഴിച്ചപ്പോൾ പാമ്പിൻ്റെ രൂപത്തിൽ വന്ന സാത്താൻ പറഞ്ഞൊരു വാചകമുണ്ട്, നിങ്ങൾ ദൈവത്തെ പോലെയാകും. അന്നു മുതൽ മനുഷ്യൻ ദൈവത്തെ പോലെയാകാൻ, ദൈവത്തിൻ്റെ അധികാരങ്ങൾ കയ്യിലെടുക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. സഹോദരങ്ങളെ, AI-യുടെ പ്രവർത്തനം തന്നെ ഈ ലോകത്തെ മാറ്റിമറിക്കുന്നു. നാം കൊടുക്കുന്ന ഒരു ഫോട്ടോയോ നാം ടൈപ്പ് ചെയ്യുന്ന ഒരു വാക്കോ ഉപയോഗിച്ച് ഫോട്ടോയോ വീഡിയോയോ അതിനെ ഏതു രീതിയിലും രൂപകൽപ്പന ചെയ്യാൻ AI-ക്ക് സാധിക്കുമെങ്കിൽ ഇതിനേക്കാൾ 100 മടങ്ങ് ശക്തിയുള്ളതാണ് AGI. നാം പോലും അറിയാത്ത ഓരോ കാര്യങ്ങളും നമ്മുടെ വിരൽ തുമ്പിൽ നമുക്ക് നേടാൻ സാധിക്കുന്ന AI എന്ന ഡിജിറ്റൽ യുഗം ലോകത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. വരും തലമുറകളെ നശിപ്പിക്കുവാൻ ഈ AI-ക്ക് സാധിക്കുന്നു. AI എന്ന ഡിജിറ്റൽ യുഗത്തിലേക്ക് വീണു പോകാതെ ബൈബിളിൻ്റെ വെളിച്ചത്തിൽ ദൈവ ഭയത്തോടെ ജീവിക്കുവാൻ നാം തയ്യാറാകണം. ഓരോ നിമിഷവും നാം പ്രാർത്ഥനയിലൂടെ കടന്നു പോകേണ്ടത് ആവശ്യമാണ്. ഈ ലോകത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന് ബൈബിളിൽ മുൻകൂട്ടി എഴുതി വച്ചിരിക്കുന്നു. അതുകൊണ്ട് ദൈവമക്കൾ ദൈവവചനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്, ദൈവഭയത്തിൽ നിലനിന്നുകൊണ്ട്, ദൈവത്തിൻ്റെ അത്ഭുതകരം നിങ്ങളെ മാറോട് ചേർത്തുകൊണ്ട് ലോകത്തിൻ്റെ ഒരു മോഹങ്ങളിലും നിങ്ങൾ വീണു പോകാതെ ദൈവം തൻ്റെ തങ്കച്ചിറകിൻ കീഴിൽ നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് മറയ്ക്കുമാറാകട്ടെ. ആമേൻ.